നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഓല ഇലക്ട്രിക് മൊബിലിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്മളൊരു വിഷയമായിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണിത്. ആ ന്യൂസ് ആർട്ടിക്കിൾ മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ അറിയുന്ന പോലെ തന്നെ ഓല കുറച്ച് കാലം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഒരു മുഹൂർത്ത് മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഓല ഒരു ആമസോൺ ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ പോലെ നടത്തിയത് കണ്ടിട്ടുണ്ടാവും. ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഹൂർത്ത് മഹോത്സവത്തിൽ മൊത്തം ഇൻവെന്ററിയും കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് ഏകദേശം 5 മുതൽ 10 മിനിറ്റുകൾക്കുള്ളിൽ മൊത്തം ഇൻവെന്ററി തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഞാൻ സത്യത്തിൽ പറഞ്ഞ പോലെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുള്ള ഒരു ന്യൂസാണ്. പക്ഷെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ കണ്ടു ഇതിനെക്കുറിച്ച് ഓല തന്നെ എക്സ്ചേഞ്ചുകൾക്ക് ഒരു എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തി. അത് കണ്ടപ്പോൾ മനസ്സിലായി, ഈ പറഞ്ഞ പോലെ ഇത് മാധ്യമങ്ങളൊന്നും പടച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യമൊന്നുമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ ഓൺലൈൻ മാധ്യമങ്ങൾ കുറേ ഉള്ളത് കൊണ്ട് അവരും പല കാര്യങ്ങളും സ്വന്തമായിട്ടൊക്കെ ഇരുന്ന് പടച്ചുണ്ടാക്കും. അതുപോലെ അല്ല, ഇത് യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടപ്പോഴാണ് ഞാൻ ആ എക്സ്ചേഞ്ച് ഫയലിങ്ങും അതേപോലെ അതിൻ്റെ പുറകെ ഒന്ന് തപ്പിച്ചത്. രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻവെന്ററി എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് ഓല പറയുന്നില്ല. അത് 10 എണ്ണമാണോ 100 എണ്ണമാണോ 1000 എണ്ണമാണോ എന്നുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ വിറ്റുപോയി എന്ന് പറയുന്നത് അത് എത്രത്തോളം സെയിൽസിനെയും റവന്യൂവിനെയും ബാധിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തിന് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വിറ്റുപോയ ഒരു കാര്യം സത്യത്തിൽ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതിനു മുമ്പ് നമ്മൾ ഓലയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ചില കമ്പനികൾ എപ്പോഴൊക്കെ മാർക്കറ്റിൽ തിരിച്ചടി നേരിടുന്നുവോ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് അവർക്ക് അടിപതറുന്നുവോ, അപ്പോഴെല്ലാം കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് ഉണ്ടാക്കി പടച്ചു വിടുക എന്നുള്ളതും അതുവഴി ഒരു കുറച്ച് മുകളിലേക്ക് പോകുക എന്നുള്ളതും അവരുടെ ഒരു സ്ഥിരം പദ്ധതിയാണ്. അത്തരത്തിലുള്ള ഒരു കുറച്ച് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഓല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു നല്ല PR ഏജൻസിനെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടാകാം, അവരായിരിക്കാം ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം. എന്തായാലും എത്ര എണ്ണമാണ് ഇൻവെന്ററി ഉള്ളതിനെ കുറിച്ച് പറയാത്തിടത്തോളം കാലം ഈ ഒരു വാർത്തയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. ഇതിനേക്കാളേറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി. അതായത് തുടർച്ചയായിട്ട് ഏകദേശം 70 രൂപയിൽ നിന്നും 54 രൂപയിലേക്ക് തുടർച്ചയായി താഴോട്ട് വന്നുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഈ ഒരു വാർത്ത വന്നോട് കൂടിയിട്ട് 5% മുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ കുറച്ച് ഈ ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ചൊരു കോഷ്യസ് ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഓലയുടെ വാറണ്ടി യൂട്ടിലൈസേഷനാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഓല IPO ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു വാറണ്ടിയുടെ ഒരു ലെഗസി പീരീഡ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പോലും, ഓല വിറ്റ ഒരു പ്രോഡക്റ്റിൻ്റെ പോലും ഒരു വാറണ്ടി പീരീഡിൻ്റെ ഫുൾ സൈക്കിൾ കഴിഞ്ഞിട്ട് അല്ല IPO വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാറണ്ടി യൂട്ടിലൈസേഷൻ എത്ര ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ IPO DRHP വായിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അടുത്തിടെ ഇതിൻ്റെ ഒരു കമ്പാരിസൺ റിസൾട്ട് നമ്മുടെ എക്കണോമിക് ടൈംസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഓല, ഗ്രീസ് ഇലക്ട്രിക് മൊബിലിറ്റി, ഏത്തർ എനർജി, ഈ മൂന്നിനെയും കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഓലയുടെ ഏകദേശം 8.5% അടുത്ത് ഉള്ള റവന്യൂ വാറണ്ടി യൂട്ടിലൈസേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതേസമയം ഗ്രീസ് ഇലക്ട്രിക്കിനാണെങ്കിൽ ഇത് 4.4%, എതർ എനർജിക്കൊക്കെ ആണെങ്കിൽ 1.7%-മാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് നമ്മൾ എന്തുമാത്രം വലുതാണെന്ന് അറിയണമെങ്കിൽ നമുക്കിത് നമ്മുടെ സാധാരണ ഓട്ടോമേക്കേഴ്സൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ സാധാരണ ഹീറോയോ ബജാജോ ഇങ്ങനെയൊക്കെയുള്ള IC എഞ്ചിൻസിൻ്റെ ഓട്ടോമേക്കേഴ്സ്, ഇവരുടെ വെറും 0.3%, 0.3% മാത്രമാണ് വാറണ്ടി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് മൊത്തം റവന്യൂവിൻ്റെ 8% ഓല വാറണ്ടിക്കായിട്ട് ചിലവഴിക്കേണ്ടി വരുമ്പോൾ എതർ എനർജിക്ക് 1.7% മാത്രമേ ചിലവഴിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഓല കമ്പനി കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്ത ഈ പ്രോഡക്റ്റിൻ്റെ വിശ്വാസ്യതയും അതിലുള്ള ഒരു ടെക്നിക്കൽ റിലയബിലിറ്റിയും എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, പ്രോഡക്റ്റ് ഫുള്ളി മെച്യൂർഡ് ആവുന്നതിന് മുമ്പ് വേണമെങ്കിൽ അതിൻ്റെ ഒരു ബീറ്റ ഫേസ് ഒക്കെ ഇറക്കാം, അതിൻ്റെ ബീറ്റ വേർഷനൊക്കെ ഇറക്കിയിട്ട് അത് നാട്ടുകാരുടെ കയ്യിൽ പിടിപ്പിക്കാം. അതുവഴി നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റ് സെൻസ് ഒക്കെ അറിയാൻ കഴിയും, ഇവിടെ നല്ല സപ്പോർട്ട് കൊടുക്കാം, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കരുതാം. പക്ഷേ പലപ്പോഴും ഓട്ടോമൊബൈൽ എന്ന രീതിയിൽ അതേപോലത്തെ ഉള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ഒരിക്കലും ആരും പ്രതീക്ഷിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അതൊരു ന്യായീകരണവുമല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓലയുടെ തന്നെ ഓഡിറ്റർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അകത്ത് പ്രൊവിഷൻസ് ഇത് കണ്ടമാനം ഉയർന്ന് മുകളിലേക്ക് പോയിരുന്നു. അതായത് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു പണം
അത് എത്തരത്തിലുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബാക്കിയുള്ള പരിസ്ഥിതിയൊക്കെ കണക്കുകൂട്ടുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ 8.2% എന്ന് പറയുന്ന ഓലയുടെ ഈ ഒരു വാറണ്ടി യൂട്ടിലൈസേഷനേക്കാളും വളരെ അധികമായിരിക്കാം ഉപയോഗിക്കപ്പെടുന്നത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ പ്രൊവിഷൻസ് ആയിട്ട് വകമാറ്റി വെച്ച് അത് ചെലവഴിക്കാനാണ് വഴി. എന്തു തന്നെയായാലും നിക്ഷേപകർ കുറച്ച് കരുതിയിരിക്കുക. വാർഡ് വിസാഡിന്റെ തന്നെ അവസ്ഥ ഓലയ്ക്കുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അധികകാലം വാർത്തകൾ കൊണ്ട് മുകളിലേക്ക് പോകാൻ സാധ്യമല്ല. നമുക്കറിയുന്ന പോലെ തന്നെ വാർഡ് വിസാഡ് ഇതിനു മുമ്പേ നമ്മൾ അലേർട്ട് ചെയ്തതായിരുന്നു. ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പോ ഒരു വർഷമൊക്കെ മുമ്പ് ഇന്തോനേഷ്യൻ ഓർഡറോ ഫിലിപ്പൈൻസ് ഓർഡറോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വാർത്തകളൊക്കെ സൃഷ്ടിച്ച് അവസാനം വാർഡ് വിസാഡ് 78 രൂപയൊക്കെ വരെ മാർക്കറ്റിൽ വില കയറി പോയി, അഥവാ കയറ്റി വിട്ടു എന്ന് പറയുന്നതാണ് സത്യം. അതിനുശേഷം തുടർച്ചയായിട്ട് ലോവർ സർക്യൂട്ടുകളോ മാർക്കറ്റൊക്കെ താഴേക്ക് വരികയോ ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഏകദേശം വാർഡ് വിസാഡ് ട്രേഡ് ചെയ്യുന്നത് 12 രൂപ വില നിലവാരത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊത്തമുള്ളതിൻ്റെ ഏകദേശം 7 ചുരുങ്ങിപ്പോയി എന്നർത്ഥം. ഒരു പരിധിവരെ നമ്മൾ ഓല എടുത്ത് നോക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം 2024 ഓഗസ്റ്റിൽ 150 രൂപയുടെ അടുത്തുണ്ടായിരുന്ന ഓല തുടർച്ചയായിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓല ഒരു മാർക്കറ്റ് ലീഡറാണ് ഈ ഒരു ഇലക്ട്രിക് സെഗ്മെന്റിൽ എന്ന് നമ്മൾ കരുതി. പക്ഷേ ഇത് നാച്ചുറൽ കറക്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൂടിയത് കൊണ്ട് IPOയ്ക്ക് ശേഷം ഉണ്ടായ ഒരു കറക്ഷനായിട്ടേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ചില ന്യൂസുകളൊക്കെ വന്നു. നവംബറിൽ ഒരു ന്യൂസ് വന്നു ഓലയുടെ റവന്യൂവിനെ കുറിച്ചും പുതുതായിട്ടുണ്ടാകുന്ന ടൂ വീലർ ടെക്നോളജിയെക്കുറിച്ചും. ആ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് 150 രൂപയിൽ നിന്നും ഏകദേശം 146 രൂപയിൽ നിന്നും തകർന്നടിഞ്ഞ് 67 രൂപയിലേക്ക് വന്നത്. അതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളിൽ മുകളിലേക്ക് കയറി 67 നിന്നും അത് 98-ലെത്തി. വീണ്ടും സ്വാഭാവികമായി അത് താഴേക്ക് വരുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്. ഓല സ്വന്തമായിട്ട് റെയർ എർത്തിന്റെ സഹായങ്ങളും അങ്ങനെയുള്ള ബാക്കപ്പുകളും ഒന്നും ഇല്ലാതെ, ചൈനയുടെ ഒന്നും സഹായവും അല്ലെങ്കിൽ ചൈനയുടെ ഒരു റെയർ എർത്ത് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് പുതിയ തരം മോട്ടോർ കണ്ടുപിടിച്ചു എന്നുള്ളത്. അപ്പോഴത്തേനും വില ഏകദേശം 40 രൂപയിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. പിന്നെ പതുക്കെ അത് ഉയർന്ന് ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ അത് 60-65 രൂപയിലേക്ക് എത്തി. വീണ്ടും പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്താണ് പുതിയ വാർത്തകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളെയും ഇത്തരത്തിലുള്ള ആളുകളെയും സൂക്ഷിച്ചു കൊള്ളുക. ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റു പലരുടെയും പോക്കറ്റിലേക്ക് പോകും. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.